നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളുമായി ജൻസികളുമായി നടത്തുന്ന സംവാദം അത് വിജയകരമായി പുരോഗമിക്കുന്നു എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഹമ്മദാബാദ്, പൂനെ, രാജസ്ഥാനിലെ കോട്ട, ഡെറാഡൂൺ എന്നീ സ്ഥലങ്ങളിൽ സംവാദം പൂർത്തിയാകുമ്പോൾ വിദ്യാർത്ഥികൾ വല്ലാതെ ആവേശത്തിലാണ്. അവർ രാഹുൽ ഗാന്ധിയുമായിട്ട് ഇടപഴകുന്നതിനും അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനും ഒക്കെ തയ്യാറാകുന്നു. അതായത് വളരെ സ്വതന്ത്രമായി ഇടപഴകുവാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ ഇന്ത്യയുടെ യുവതലമുറ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഗോദി മീഡിയകളും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്ന വിശകലനങ്ങളാണ് പുറത്തു വരുന്നത്. വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന സാംസ്കാരികവും ഒപ്പം വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പ്രശ്നങ്ങളൊക്കെയും ചോദിച്ചറിയുന്നുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെ സ്വീകരിക്കുന്നുണ്ട്. കോൺഗ്രസും താനും അധികാരത്തിലെത്തിയാൽ അവ നടപ്പിലാക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് ഉറപ്പും കൊടുക്കുന്നുണ്ട്. അതായത് വളരെ കൃത്യമായിട്ട്, വളരെ ആസൂത്രിതമായിട്ട് തന്നെ ജൻസികളുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സംവാദം മുന്നോട്ട് പോകുന്നു എന്നാണ് മാധ്യമ വിശകലനങ്ങളൊക്കെ വ്യക്തമാകുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്. രാഹുൽ ഗാന്ധി നേരത്തെ നടത്തിയ ഭാരത് ജോഡോ യാത്രയാണ് വെറും 45 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിന് ലോക്സഭയിൽ 100-ലധികം സീറ്റുകൾ നേടി മുന്നോട്ട് വരുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവാദങ്ങളും വിശകലനങ്ങളും ഇടപെടലുകളുമൊക്കെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വീണ്ടും വിജയവഴിയിലെത്തിക്കുമെന്നുള്ള രാഷ്ട്രീയ നിഗമനങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. എന്തായാലും BJP ഇത്തരം രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളെ, രാഹുൽ ഗാന്ധിയുടെ ജൻസികളുമായിട്ടൊക്കെ സംവാദത്തിൽ ഏർപ്പെടുന്നതിനെ ഭയം കലർന്ന കണ്ണുകളോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അല്ലെങ്കിൽ അവരതിനെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അവരും സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമിലും സ്നാപ്ചാറ്റിലുമൊക്കെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടി ഒരു ടീമിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന ചില മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നദിൻ നബീൻ, അവരുടെ ദേശീയ പ്രസിഡന്റ്, ഒപ്പം മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവരെ അതിന് നിയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഒപ്പം ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് നടത്തിയിരുന്നു. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും ഇട്ടിരുന്നു. അതായത് അദ്ദേഹം അരുണാചൽ സ്വദേശിയാണ് അദ്ദേഹം എന്ന് തോന്നുന്നു. അരുണാചൽ പ്രദേശിൽ ഏതോ നദിയിൽ നീന്തുന്നു. രാഹുൽ ഗാന്ധിയെ ഈ നദിയിൽ നീന്തി തന്നോട് മത്സരിക്കുവാൻ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റ്. കാരണം രാഹുൽ ഗാന്ധി ഈ മാർഷൽ ആർട്ടിലൊക്കെ, ഈ കരാട്ടയിലും കുസ്തിയിലും കുൻഫുവിലും ഒക്കെ അഗ്രഗണ്യനാണ്. അദ്ദേഹം കുട്ടികളുമായിട്ട് അത്തരം കലാമേളകളിലും ഒക്കെ ഏർപ്പെടുന്നുണ്ട്, കായിക മേളകളിലും ഒക്കെ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ തന്നെയാണ് തങ്ങളും അത്തരം കഴിവുകളൊക്കെ ഉള്ള ആളുകളാണെന്ന് കാണിക്കാൻ വേണ്ടി കിരൺ റിജ്ജുവിൻ്റെ ഭാഗത്തു നിന്നും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടാകുന്നു എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഒപ്പം ഇത് എത്രത്തോളം BJPക്ക് വിജയിപ്പിക്കുവാൻ കഴിയും എന്ന രീതിയിലുള്ള സംശയങ്ങളും പുറത്തു വരികയാണ്. കാരണം ഈ ജൻസികളുടെ സമരം ഉണ്ടായ സമയത്ത് തന്നെ ഈ നരേന്ദ്രമോദി സോഷ്യൽ മീഡിയ പേജിൽ വന്നിട്ട്, ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ട് ഹലോ മൈ ഡിയർ ഫ്രണ്ട് എന്ന് വിളിച്ചത് തന്നെ ഒരു കോമഡി ആയിട്ടാണ് ഭാരതം കണ്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധിയോട് കിടപിടിച്ച് നിൽക്കുവാൻ കഴിയുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുവാൻ കഴിയുന്ന ആളുകൾ എത്രത്തോളം BJP പക്ഷത്തുണ്ട് എന്ന രീതിയിൽ ചർച്ചകളും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും വളരെ കൃത്യമായിട്ടാണ് ഈ സംവാദങ്ങൾ, ജൻസികളുമായിട്ടുള്ള സംവാദങ്ങൾ നടക്കുന്നത് എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും സാമൂഹികമായി പാർശ്വവത്കരിക്കപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ചും മുസ്ലിം, ദലിത്, ആദിവാസി വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ സംവാദത്തിൽ അവർക്ക് പ്രത്യേകമായിട്ട് ആനുകൂല്യങ്ങളുണ്ടല്ലോ. അതായത് സംവാദത്തിൽ ഏർപ്പെടുന്നതിന് അവരുടെ പ്രതിനിധികൾക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ്. അതായത് പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിന് ഏറ്റവും അടിവരയിടുന്ന ഒരു നിദാനമായ ഒരു സംഗതിയായി അദ്ദേഹത്തിൻ്റെ ഈ ജൻസി സംവാദം വിശദീകരിക്കപ്പെടുന്നു എന്നതാണ് വാർത്ത. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.